നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം ഇറങ്ങിയ 9ാം ക്ലാസ്സിൻ്റെ പുതിയ ടെസ്റ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ 9ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ച എല്ലാ കുട്ടികൾക്കും ഹിന്ദി ശിക്ഷയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഹിന്ദി ടെസ്റ്റ്. എല്ലാവർക്കും ടെസ്റ്റൊക്കെ കിട്ടിക്കാണും അല്ലേ? അപ്പോൾ അതിൽ ആദ്യം വരുന്ന ഇക്കായി നമുക്ക് നോക്കാം. സിലബസിൽ 3 ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇക്കായിൽ GA जीफर, चटपट और नटखट, बहुत दिनों के बाद ബൂട്ടി കാക്കി. അപ്പോൾ 3 ചാപ്റ്ററാണ് ഫസ്റ്റ് ഇക്കായിൽ വരുന്നത്. അപ്പോൾ ചട്ട്പട്ട് ഓർ നട്ട്കട്ട് എന്നുള്ളത് ഒരു കഥയാണ്. ഫസ്റ്റ് പേജ് എടുക്കാം. ഇക്കായി ഏക്ക്, GA ജീഫർ, ജീവിക്കാൻ നമുക്ക് മനസ്സറിഞ്ഞു. സന്തോഷത്തോടെ എന്ത് ചെയ്യാൻ നമുക്ക് ജീവിക്കാം അല്ലേ? കുട്ടിക്കാലമാണ് ഏറ്റവും നല്ല കാലം. കുട്ടിക്കാലത്ത് എന്തില്ല, ഏതൊരു ടെൻഷനും ഇല്ല അല്ലേ? ആടിത്തിമിർത്ത് കളിച്ച് ഉല്ലസിച്ച് കിടക്കുന്ന പ്രായം. പഠിക്കുക, കളിക്കുക, സന്തോഷിക്കുക, അങ്ങനെ ചിന്ത മാത്രമേ ഈ പ്രായത്തിലുള്ളൂ. ഇപ്പോൾ ഇവിടെ കബീർദാസിൻ്റെ ദോഹ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ദോഹ എന്നുള്ളത്. 2 വരികളാണ്, ഈരടികളെന്ന് പറയും. ദോഹ: പോതി പടി പടി ജഗുമുഹ പണ്ഡിത് ഭയാന പോയി. പോതി പടി പടി ജഗുമുഹ പണ്ഡിത് ഭയാന പോയി. ഠായി ആഖർ പ്രേം കാ പടേ സോ പണ്ഡിത് ഹോയ്. ഇപ്പോൾ കബീർദാസ് പറയുന്നത് പ്രാചീന കവിയാണ്. അദ്ദേഹം പറയുന്നത് വലിയ വലിയ ഗ്രന്ഥങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രം ഒരാൾ എന്താവുന്നില്ല, മഹാപണ്ഡിതനാകുന്നില്ല. അപ്പോൾ സ്നേഹം എന്ന 2 അക്ഷരം പഠിച്ചവനാണ് ഏറ്റവും വലിയ പണ്ഡിതൻ. അപ്പോൾ നമുക്ക് എന്ത് വേണം? പഠനവും വേണം, അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരോട് സ്നേഹവും വേണം. ചാപ്റ്ററിലേക്ക് വരാം. ചട്ട്പട്ട് ഓർ നട്ട്കട്ട്. പാഠത്തിൻ്റെ പേരാണ് ചട്ട്പട്ട് ഓർ നട്ട്കട്ട്. ഇത് കഹാനിയാണ്. ഏകത ചട്ട്പട്ട്, ഏകത നട്ട്കട്ട്. ഒരു കുട്ടിയുടെ പേര് ചട്ട്പട്ടും ഒരു കുട്ടിയുടെ പേര് നട്ട്കട്ടുമാണ്. അപ്പോൾ ഒരു നട്ട്കട്ടും ഒരു ചട്ട്പട്ടും ഉണ്ടായിരുന്നു. ചട്ട്പട്ട് ബെഡാത്ത, ചട്ട്പട്ട് ബെഡ. ബെഡ എന്താണ്? മൂത്തതായിരുന്നു. അപ്പോൾ ചട്ട്പട്ടാണ് ഇവിടുത്തെ മുതിർന്ന കുട്ടി. നട്ട്കട്ട് ചോട്ട, നട്ട്കട്ട് കുഞ്ഞ്. ബെഡ കേവൽ 2 സാൽ കാ ബെഡ. വലുതെന്ന് പറയുമ്പോൾ ഏതാണ്ട് 2 വയസ്സിന് മുതിർന്നത്. ചോട്ടയെ കേവൽ 2 സാൽ കാ ചോട്ട. ചോട്ട എന്ന് പറയുമ്പോൾ കേവലം 2 വയസ്സിന് ഇളയത്. ദോനോ സ്കൂൾ മേം പഠിത്തത്തെ, 2 പേരും സ്കൂളിലാണ് പഠിക്കുന്നത്. ചട്ട്പട്ട് 5വീं में, നട്ട്കട്ട് 3री में. ചട്ട്പട്ട് 5ാം ക്ലാസ്സിലും നട്ട്കട്ട് 3ാം ക്ലാസ്സിലും. അപ്പോൾ ഇവർ 2 പേരും സഹോദരന്മാരാണ്. 2 വയസ്സിന് ഇളയതാണ്. അപ്പോൾ മൂത്ത ആൾ 5ലും രണ്ടാമത്തെ ആൾ 3ലുമാണ്. घर से दोनों भाई साथ साथ स्कूल जाते थे और साथ साथ ही वापस घर आते. അപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ദോനോ ഭായ്, 2 സഹോദരന്മാരും സാത്ത് സാത്ത് എന്നാണ്, സാത്ത് സാത്ത് ഒരുമിച്ചാണ് സ്കൂൾ ജാത്തെ ഹെ, സ്കൂളിൽ പോകുന്നത്. ഓർ സാത്ത് സാത്ത് ഹി വാപ്പസ് ഘർ ആത്തെ, ഒരുമിച്ചാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. വേ ഏക്ക് ഗാവ് മേ രഹത്തെ തെ, അവരൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി, അവർ താമസിക്കുന്ന ഗ്രാമത്തിൽ എന്തില്ല? സ്കൂളില്ല. ദൂർ ദൂസരെ ഗാവ് മേ, അങ്ങ് ദൂരെയാണ് ഗ്രാമം സ്കൂളുള്ളത്. വഹാ തക് പൈദൽ ജാന പഠിത്താത്ത, പൈദൽ എന്താ? നടന്ന്. അവിടെ അവർ നടന്നാണ് പോകുന്നത്. ഓർ പൈദൽ ഹി വാപ്പസ് ആന പഠിത്താത്ത, തിരിച്ചു വരുന്നത് നടന്നായിരുന്നു. ജാത്തെ സമയം രാസ്തേമേ ഉനിയെ കൈ ചീസേ മിഴ്ത്തിയത്തെ, ഇന്നത്തെ പോലെ സ്കൂൾ ബസ്സിൽ കൊണ്ടാക്കുകയോ അല്ലെങ്കിൽ അച്ഛൻ കൊണ്ടാക്കുകയെന്നല്ല. പണ്ടൊക്കെ നടന്ന് വേണം പോവേണ്ടത്. വഴികളൊക്കെ ഉണ്ടല്ലോ, നല്ല മണ്ണൊക്കെ ഉള്ള നല്ല ഒരു വയൽപ്പാടമൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവരെങ്ങനെയാണ് പോകുന്നത്? നടന്നാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ അവരെന്തൊക്കെ കാണുന്നു? പോക്കർ. എന്താ പോക്കർ? പോക്കർ എന്ന് വെച്ചാൽ കുളം. ബെർഗത് എന്ന് വെച്ചാൽ അരയാൽ മരം. ഖേത്ത്, ഖേത്ത് എന്ന് വെച്ചാൽ വയൽ. അപ്പോൾ എന്തൊക്കെ കാണുന്നു? പോക്കർ, ബെർഗർ, ഖേത്ത്. കുളം, അരയാൽ വൃക്ഷം, ഖേത്ത്, വയൽ. അപ്പോൾ ഇതൊക്കെ കണ്ടാണ് അവർ പോകുന്നത്. പിന്നെ എന്തൊക്കെ കാണും? ബാഗ്. ബാഗ് എന്താ? തോട്ടം. ഒരുപാട് തോട്ടങ്ങളുണ്ട്. അവിടെ പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ നിറഞ്ഞ ചെടികൾ അവിടെ നട്ടുവെച്ചിട്ടുണ്ട്. നാലാ ഓർ നദി, പിന്നെ എന്തുണ്ട്? തോടുണ്ട്, പിന്നെ നദിയുണ്ട്. വാപ്പസ് ആനെ पर भी रास्ते में उन्हें कई चीज़ें मिलती थी. തിരിച്ചു വരുന്ന സമയത്ത് ഇതേപോലെ കുറേ കാര്യങ്ങൾ കണ്ടാണ് അവർ വരുന്നത്. എന്തൊക്കെ കാണുന്നു? നദി, നാല, ബാഗ്, ഖേത്ത്, ബർഗർ ഓർ പോക്കർ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അടുത്ത പാരഗ്രാഫ്. ചട്ട്പട്ട് തേസ് തേസ് ചലത്താത്ത, ചട്ട്പട്ട് മൂത്ത കുട്ടിയായിരുന്നുകൊണ്ട് തന്നെ അവൻ വേഗത്തിലാണ് നടക്കുന്നത്. നട്ട്കട്ട് ധീരെ ധീരെ, നട്ട്കട്ട് എങ്ങനെ നടക്കുന്നത്? ധീരെ ധീരെ, പതുക്കെ പതുക്കെ.
चटपट बरगद तक पहुंच जाता तब तक नटखट പോക്കർ തക്ക് ഹി പहुंच जाता. ചട്പട്ടാണെങ്കിൽ നടന്ന് നടന്ന് അരയാൽ വൃക്ഷത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ നട്കട്ട് എവിടെ എത്തും? പോക്കർ തക്ക് ഹി പहुंच जाता, കുളത്തിൻ്റെ തീരത്താണ് എത്തുന്നത്. ചട്പട്ട് ബാഗ് തക്ക് പहुंच जाता, ചട്പട്ടാണെങ്കിൽ തോട്ടത്തിൽ എത്തുമ്പോൾ തബ് തക്ക് നട്കട്ട് ഖേത്ത് തക്ക് ഹി പहुंच जाता, അവൻ എവിടെ എത്തും? വയലിലെത്തേയുള്ളൂ. चटपट नदी तक पहुंच जाता तब तक नटखट नाले तक ही पहुंच जाता है. അപ്പോൾ ചട്പട്ട് നദീ തീരത്തെത്തുമ്പോൾ നട്കട്ട് എവിടെ എത്തും? തോട്ടിലെത്തും. അപ്പോൾ ഇങ്ങനെ ഡിസ്റ്റൻസ് ഇട്ടാണ് അവർ നടക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചേട്ടയും തിരിഞ്ഞു നോക്കാൻ അനിയനുണ്ടോ എന്ന്. മാ കി ഹിദായത്ത് തീക്കി ചട്പട്ട് കോ ഛോട്ടെ ഭായ് കാ ധ്യാൻ രഖ്ന. എന്താണ് ഹിദായത്ത്? അമ്മയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു, നീ പോകുമ്പോൾ എപ്പോഴും അനിയനൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ എപ്പോഴും സാധാരണ മൂത്ത കുട്ടികളാണ് ഇളയ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? അപ്പോൾ മൂത്തത് പെട്ടെന്നൊക്കെ നടക്കുകയും പോവുകയൊക്കെ ചെയ്യും, ഇളയാൾ അതിനനുസരിച്ചുള്ള വേഗത കുറവായിരിക്കും. അപ്പോൾ നട്കട്ട് കോ അപ്പനെ സാത്ത് ഹി രഖ്ന, അമ്മ എപ്പോഴും പറയാറുള്ള എന്താണ്? എപ്പോഴും അനിയനെ നിൻ്റെ കൂടെ തന്നെ നിർത്തിക്കോണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരങ്ങനെ നടന്ന് നടന്ന് പോവേണം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? പോക്കർ, ബർഗർ, ഖേത്ത്, ബാഗ്, നാല, നദി. അങ്ങോട്ട് പോകുന്ന സമയത്തും കാണുന്ന കാഴ്ച ഇത് തന്നെയാണ്, തിരിച്ചു വരുന്ന കാഴ്ചയും ഇത് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ വന്നത്. ഇനി അടുത്ത പേജിലോട്ട് വരാം. പേജ് നമ്പർ 9 इसलिए चटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ता. इसलिए അതുകൊണ്ട് ചട്പട്ടുക്കോ, ചട്പട്ടിന് ആകെ നിക്കൽ ജാനെ पर മുന്നോട്ട് പോകുമ്പോൾ പീച്ചെ മുടുക്കർ എന്നാണ്. പീച്ചെ മുടുക്കർ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരുമായിരുന്നു. എന്തിനാ തിരിഞ്ഞു നോക്കുന്നത്? അനിയനുണ്ടോന്നോ അല്ലേ, ഉണ്ടോ നോക്കാനാണ് തിരിഞ്ഞു നോക്കുന്നത്. ഉനി നട്കട്ടുക്കോ പുക്കാർക്കർ ജൽദി ചലനെ കെ ലിയെ കഹനാ പड़ता. എപ്പോഴും ചേട്ടൻ ഇങ്ങനെ പറയും, ഇടാ നട്കട്ട് ഒന്ന് വേഗം വാ വേഗം വാ എന്ന് പറയും. बार बार रुककर नटखट का इंतजार करना पड़ता. ഇടയ്ക്കിടയ്ക്ക് ബാർ ബാർ ഇടയ്ക്കിടയ്ക്ക് രുക്കർ നിന്നിട്ട് നട്കട്ട് കാ ഇന്തിസാർ കർനാ പड़ता. എന്താണ് ഇന്തിസാർ? വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ട് നട്കട്ടിനെ വെയിറ്റ് ചെയ്യും. कभी स्कूल जाने के लिए देरी होती देख नटखट का हाथ पकड़कर अपने साथ दौड़ना ही पड़ता है. ചിലപ്പോഴൊക്കെ താമസിച്ചു പോകും, ബെല്ലടിക്കും അല്ലേ? അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്യും? അവൻ്റെ ഹാത്ത് പക്കടക്കും. എന്താണ് ഹാത്ത്? കൈ പിടിച്ചിട്ട് അപ്പനെ സാത്ത് ദൗഡ്നാ ഹി പड़ता है, ഒരുമിച്ച് അവർ ഓടും. ചട്പട്ട് പരേശാൻ ഹോ ജാതാ ഹെ, ചട്പട്ടിന് പെട്ടെന്ന് ദേഷ്യം വരും, അവൻ അസ്വസ്ഥനാണ്, കാരണം ബെല്ലടിക്കും. ഓർ ഗർ ലൗട്ട്കർ മാസെ ഷിക്കായത്ത് കർത്താ ഹെ. അപ്പോൾ ഇത് സ്ഥിരമുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഇവരെന്നും താമസിച്ചാണ് എത്തുന്നത്, അത് കാരണം ചേട്ടൻ എന്ത് ചെയ്യും? വഴക്കിട്ടും. അപ്പോൾ ഇന്ന് ചേട്ടൻ വീട്ടിൽ വന്നിട്ട് അമ്മയോട് പരാതി പറയണം. മാ ചോട്ടാ ബഹുത് പരേശാൻ കർത്താ ഹെ. അമ്മേ ഈ അനിയനാണെങ്കിലോ ഭയങ്കര ശല്യമാണ്. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? ചോട്ടാ ഹേന, കുഞ്ഞല്ലടാ. മാ മുസ്കുരാ ദേത്തി ഹെ, അമ്മ ചിരിക്കുന്നു. और बड़े के तो छोटे का ध्यान रखना ही पड़ता है. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞത്? ബഡേക്കോ തോ, മൂത്ത കുട്ടികള്, ചോട്ടേക്കാ ധ്യാൻ രഖ്നാ ഹി പड़ता है, ഇളയ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ട മൂത്തയുടെ കടമയാണ് അല്ലേ ഇളയ ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടെന്നാണ് അമ്മ അവിടെ ചിരിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോൾ അനിയൻ്റെയും ചേട്ടൻ്റെയും സന്തോഷവും വാത്സല്യവും ഒക്കെയാണ് ഇവിടെ പ്രകടമാകുന്നത്. അപ്പോൾ അമ്മയുടെ ആ ഒരു കെയറും അമ്മ മകനോട് പറയുന്നതാണ്, നിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ത് ചെയ്യേണ്ടത്? കുഞ്ഞനുജനെ നോക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ അനിയനും അനിയത്തിയൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ അവരെയൊക്കെ ഒന്ന് കെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ സ്നേഹവും സൗഹൃദവും ഒക്കെയാണ് ഈ പാഠത്തിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്തയിലേക്ക് വരാം. ചട്പട്ട് ചുഞ്ചുലാത്ത ഹേ പർ കുച്ച് നാ കഹ് പടുത്ത. ചട്പട്ടാണെങ്കിൽ ചട്പട്ട് ചുഞ്ചിലാത്ത എന്നാണ്. ചുഞ്ചിലാത്ത അവന് ദേഷ്യം വരുന്നു. പർ കുച്ച് കഹ്നാ പാത്ത, ഒന്നും പറയുന്നില്ല. ചോട്ടാക്കാ ധ്യാൻ തോ ഉസേ രഖ്നാ ഹി താ, ഇളയനെ ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ കടമയാണ്. ലേക്കിൻ ഉസേ ലഗ്താ ഹേ കി നട്കട്ട് കുച്ച് സ്യാദാ ഹി നട്കട്ട് ഹേ. പക്ഷേ ഇടയ്ക്കൊക്കെ ചേട്ടന് തോന്നാറുണ്ട്, ഈ നട്കട്ട് കുച്ച് സ്യാദാ ഹി നട്കട്ട് ഹേ, ഇത്തിരി കൂടുതൽ അവൻ എന്താണ് വികൃതിയാണ് അല്ലേ? അപ്പോൾ ചെറുതായിട്ടൊന്നല്ല, നല്ല ചുഞ്ചിലാത്ത ദേഷ്യം പിടിക്കുക. लेकिन उसे लगता है कि नटखट कुछ ज़्यादा ही नटखट है. रास्ता चलते रुककर पोखर के पानी के अंदर की मछलियाँ और പാനി കെ ഊപ്പർ കി ബതക്കേൻ ദേഖ്നെ ലഗ്താ ഹെ. എൻ്റെ അമ്മയോട് പരാതി പറയണം, അമ്മേ വരുന്ന സമയത്ത് രാസ്ത ചലത്തേ രുക്കൽ, വഴിയിലെന്ത് ചെയ്യും? നിൽക്കും. എന്തിനാണ് നിൽക്കുന്നത്? പോക്കർ കെ പാനി കെ അന്തർ കി മछलियाँ ഓർ പാനി കെ ഊപ്പർ കി ബതക്കേൻ ദേഖ്നെ ലഗ്താ ഹെ. ആ കുളത്തിൻ്റെ അവിടെ ചെന്നിട്ട് ഊപ്പർ എന്താണ്? മുകളിൽ ചെന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നോക്കും, ആ കുളത്തിലേക്ക് ഇങ്ങനെ തലയിട്ട് നോക്കും. എന്താണ്? മछलियाँ ഓർ പാനി കെ ഊപ്പർ, അവിടെ കാണുന്ന മീനുകളെയും വെള്ളത്തിനെയൊക്കെ ഇങ്ങനെ നോക്കും.
താറാവിനെയൊക്കെ നോക്കും. ബർഗതിക്ക് ഊപ്പർ സെ നീച്ചെ ആത്തി ജഡയും പക്കടുത്ത് ചൂനയിലെത്താഹെ. അങ്ങനെ വല്ല വിധനെ അവനെ പിടിച്ച് ഞാൻ കുളത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോഴേക്കും അടുത്ത് കാണുന്നതാണ് അരയാൽ, ബർഗത്. അവിടെയാണെങ്കിൽ കുറേ ആൽമരത്തിൻ്റെ വള്ളി ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട്. അപ്പോൾ ഇവ എന്ത് ചെയ്യും? ആ വള്ളിയെ തൂങ്ങി പിടിച്ചിട്ട് ഊഞ്ഞാലാടും. ഖേത്ത് മേ കുസ്കർ ഖാനേക്ക് പോയി ചീസ് കോജിനിലെത്താഹെ. ഇത് പോരാത്തതിന് അവൻ വയലിലെത്തുമ്പോഴാ അവിടെ നോക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടോയെന്ന്, വല്ല നെന്മണിയൊക്കെ ഉണ്ടോയെന്ന്. എന്നിട്ട് അതിനെയൊക്കെ പറിച്ച് കഴിച്ചുകൊണ്ട് വരും. ബാഗ് സേ കുർണേപ്പർ ഗുസർനേപ്പർ ആം യാ അമരൂത് തോടണയിലെത്താഹെ. അവിടെ നിന്ന് ഞാൻ അവനെ എങ്ങനെയെങ്കിലും പിടിച്ചുകൊണ്ട് വരും. അപ്പോൾ അടുത്ത് കാണുന്ന തോട്ടം. ആ തോട്ടത്തിലാണെങ്കിൽ ആം മാങ്ങയുണ്ട്, അമരൂത് പേരയ്ക്കയുണ്ട്, പിന്നെ എന്തൊക്കെയോ അവിടെ പഴങ്ങളുണ്ട്. അതിനെയൊക്കെ പറിച്ച് കഴിക്കും. അവിടുത്തെ മാമനാണെങ്കിൽ എന്നും വഴക്ക് പറയും. നാലേക്കോ ഉദർ സേ ഇധർ, ഇധർ സേ ഉദർ ചലാങ്ക് ലഗാ കർ പാർ കർണേ കാ ഖേൽ ഖേൽനെ ലഗ്താ ഹെ. എന്നിട്ട് ഇതും പോരാത്തതിന് ആ നാലെന്താണ്? തോടിൻ്റെ അടുത്ത് എത്തുമ്പോഴാ ഉദർ സേ ഇധർ, ഇധർ സേ ഉദർ. ഇവിടെ നിന്ന് അവിടെ ചാടും, അവിടെ നിന്ന് എടുത്ത് ഇവിടെ ചാടും. തോട്ടിലെങ്ങാനും വീണു എന്ത് ചെയ്യും? ഇങ്ങനെ മഹാകുസൃതിയാണ് ഇവൻ. നദി കെ പുൽ കോ ജൽദി സെ പാർ കർണേ കെ ബജാവ് ഉസ്കെ മുണ്ടേർ സെ നീച്ചെ ബഹത്തി നദി കോ നിരാഹനയിലെത്താ ഹെ. ഇനി ഇതും പോരാത്തിന് എന്ത് ചെയ്യും? ആ നദിയുടെ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ കൈവരി കയറി എന്നിട്ട് ഇങ്ങനെ എത്തി നോക്കും. അവിടെ എങ്ങാനും വീണു എന്ത് ചെയ്യുന്നു? ഇങ്ങനെ മഹാശല്യമാണ് ആര്? ഈ നട്ട്കട്ട്. ഇതെല്ലാ പരാതികളും ആരോട് പറയണം? അമ്മയോട് പറയണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്തോ സംഭവം നടന്നു. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിലേക്ക് വരാം. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കൊക്കെ കൂടെ എന്ത് ചെയ്യുക? അത് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ഉടൻ തന്നെ അയച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.